പീപ്പിൾസ് ഫൗണ്ടേഷനും ബൈത്തുസക്കാത്ത് കേരളയും സംയുക്തമായി പാവപ്പെട്ടവർക്ക് ഏറ്റുമാനൂരിൽ പണി കഴിപ്പിച്ച 5 വീടുകൾ അടങ്ങുന്ന പീപ്പിൾസ് വില്ലേജ് വെള്ളിയാഴ്ച 3-ന് നാടിന് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏറ്റുമാനൂർ മഹാത്മാഗാന്ധി കോളനി റോഡിലെ മംഗളം എഞ്ചിനീയറിംഗ് കോളേജിന് സമീപം നടക്കുന്ന ചടങ്ങ് കെ ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്യും. ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ 5 വീടുകളുടെ താക്കോൽദാനം നിർവഹിക്കും. ബൈത്തുസക്കാത്ത് കേരള ചെയർമാൻ ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന് മുഖ്യപ്രഭാഷണം നിർവഹിക്കും. പീപ്പിൾസ് ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ M. അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിക്കും. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് PA മുഹമ്മദ് ഇബ്രാഹിം, ദക്ഷിണ കേരള ജമീയത്തുൽ ഉലമ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ നാസർ മൗലവി, ഏറ്റുമാനൂർ CSI പള്ളി വികാരി ഫാദർ ജേക്കബ് ജോൺസൺ, നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ്, ജയസൂര്യൻ ഭട്ടതിരിപ്പാട്, തങ്കച്ചൻ കോണിക്കൽ, സിസ്റ്റർ ജെനി, സുമീന മോൾ തുടങ്ങിയവർ പ്രസംഗിക്കും. ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ PK മുഹമ്മദ്, പീപ്പിൾസ് ഫൗണ്ടേഷൻ ഏരിയ കോർഡിനേറ്റർ AP മുഹമ്മദ് റാഫി എന്നിവർ പങ്കെടുത്തു. പ്രിയപ്പെട്ട പത്രപ്രവർത്തക സുഹൃത്തുക്കളെ, പീപ്പിൾസ് ഫൗണ്ടേഷൻ കേരളയും അതുപോലെ തന്നെ ബൈത്തുസക്കാത്ത് കേരളയും ഏതാണ്ട് പതിറ്റാണ്ടുകളായി കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന ശക്തമായ NGOകളാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യത്യസ്ത തലങ്ങളിൽ പ്രളയബാധിത പ്രദേശത്തും അതുപോലെ തന്നെ പൊതുജനത്തിന് അല്ലെങ്കിൽ പാവപ്പെട്ടവന് അരികവൽക്കരിക്കപ്പെട്ടവന് ആവശ്യമുള്ള അത്യാസന്ന നിലയിലുള്ള പ്രദേശങ്ങളിലൊക്കെ കൃത്യമായി ഇടപെടുകയും വളരെ നല്ല നിലയിൽ അതിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം എന്ന അർത്ഥത്തിൽ ഏതൊക്കെയാണോ അവർക്ക് മുൻഗണനാക്രമത്തിൽ എത്തിക്കേണ്ടത് അത് അതേ തലത്തിലെത്തിക്കുന്ന ശക്തമായ 2 NGOകളാണ്. കേരളത്തിലെ ഏതാണ്ട് 1000 വീടുകൾക്ക് മേളിൽ പീപ്പിൾസ് ഫൗണ്ടേഷൻ നേരിട്ടും അതുപോലെ തന്നെ ബൈത്തുസക്കാത്ത് കേരളയുമായി സംയുക്തമായും ഇതിനോടകം നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വയനാട് ദുരിതം പേറുന്ന സമൂഹത്തിന് വളരെ ശക്തമായ നിലയിൽ അവിടെ ഇടപെടുകയും ആദ്യ ഘട്ടത്തിൽ തന്നെ ഏറ്റവും അവശ്യ സാധനങ്ങൾ എത്തിക്കുകയും ശേഷം അവരുടെ അടിസ്ഥാന ആവശ്യമായ പാർപ്പിട പദ്ധതികൾ വളരെ കൃത്യമായി നിർമ്മിക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്ത ഒരു സന്ദർഭം കൂടിയാണ് ഈ സന്ദർഭം. I4E ന്യൂസ്, ഏറ്റുമാനൂർ.